വെൽക്കം ടു ട്യൂട്ടി ട്യൂട്ട്. 2024 ഫെബ്രുവരി 20 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 2-ലെ റീസണിങ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. അതായത് നമുക്കിവിടെ ഒരു ഫിഗർ സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഫിഗർ ഉണ്ട്. അതിൽ ഓരോന്നിലും എന്താണ് 3 സിമ്പിൾസ് വീതമുണ്ട്. സ്റ്റാർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഓരോ ഫിഗർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്താണ് അവിടെ ഓരോ സിമ്പിളിൻ്റെയും പൊസിഷൻ എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാറിൻ്റെ നോക്കാം. സ്റ്റാർ ആദ്യം വരുന്ന പൊസിഷൻ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമുക്ക് കോർണറിന് 1 എന്ന് കൊടുക്കാം, പിന്നെ സെൻറ്ററിൽ 2 എന്ന് കൊടുക്കാം, പിന്നീട് 3 എന്ന് കൊടുക്കാം, പിന്നെ 4 എന്ന് കൊടുക്കാം, ഇവിടെ 5 എന്ന് കൊടുക്കാം, 6, 7, 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്റ്റാറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് മാറുന്നത്? 1-ൽ നിന്ന് 2-ലേക്ക് മാറി അല്ലേ? ഈ ഇതിലേക്ക് വരുന്ന സമയത്ത്, ഈ സീരീസിൻ്റെ അടുത്ത ഫിഗറിലേക്ക് വരുന്ന സമയത്ത്, വീണ്ടും അടുത്ത ഫിഗറിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ്? വീണ്ടും അത് ഒറിജിനൽ പൊസിഷനിലേക്ക്, അതായത് 1-ലേക്ക് തന്നെ പോയി. പിന്നെയും എന്തായി? ഈ സീരീസിൻ്റെ അടുത്ത ഫിഗറിലേക്ക് വരുന്ന നേരം വീണ്ടും അത് ലെഫ്റ്റിലോട്ടേക്ക് മാറി, അതായത് 2-ലേക്ക് മാറി. അപ്പോൾ അടുത്തത് എങ്ങനെയായിരിക്കും വരിക? ഫസ്റ്റിലേക്ക് തന്നെയായിരിക്കും വരിക. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഫിഗേഴ്സ് കാണാൻ പറ്റും. സ്റ്റാർ ഈ പൊസിഷനിലുള്ള 3 ഫിഗേഴ്സ് കാണാൻ പറ്റും ഇവിടെ ഓപ്ഷൻസിൽ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് സർക്കിൾ നോക്കാം. സർക്കിൾ നോക്കുന്ന സമയത്ത് നോക്കാം എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് ചേഞ്ച് ആവുന്നത്. അപ്പോൾ സർക്കിൾ ആദ്യം 2ാമത്തെ പൊസിഷനിലാണുള്ളത് അല്ലേ? 2-ന്ന്, അതായത് ഒരു പൊസിഷൻ മാറി 3ാമത്തേലേക്ക് വന്നു. പിന്നെ അടുത്തത് എങ്ങനെയാണ്? 3-ന്ന് 4-ലേക്ക് വന്നു. പിന്നെ അടുത്തത് 4-ന്ന് 5-ലേക്ക് വന്നു. അങ്ങനെ ഇനി അടുത്തത് എങ്ങനെയായിരിക്കും വരിക? 5-ന്ന് ഈ 6-ലേക്ക്, സെൻറ്ററിലേക്കായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, എയും ബിയും. ഇനി അടുത്തത് നോക്കാം, ട്രയാങ്കിൾ. ട്രയാങ്കിൾ എങ്ങനെയാണ് മാറുന്നത്? ട്രയാങ്കിൾ ആദ്യം ഒരു പൊസിഷൻ മാറി, അതായത് 3-ൽ നിന്ന് 4-ലേക്ക് പോയി. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? 2 പൊസിഷനാണ് മാറിയത്. 4-ന്ന് 6-ലേക്കാണ് മാറിയത്. അതായത് അവിടെ 2 പൊസിഷനാണ് ചേഞ്ച് ആയത്. ഇനി അടുത്തതിൽ നോക്കിക്കഴിഞ്ഞാലോ 1, 2, 3 അല്ലേ? 3 പൊസിഷൻ, അതായത് 6-ൽ നിന്ന് 1-ലേക്ക് എത്തി. അതായത് ഇവിടേക്ക് വരുന്ന സമയത്ത് 6-ൽ നിന്ന് 1-ലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ 3 പൊസിഷൻ ചേഞ്ച് ആയി. അപ്പോൾ അടുത്തതിൽ എങ്ങനെയായിരിക്കും വരിക? 4 പൊസിഷൻ ചേഞ്ച് ആവും അല്ലേ? അങ്ങനെ 4 പൊസിഷൻ ചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 1, 2, 3, 4 അല്ലേ? ഈ കോർണറിലേക്കായിരിക്കും വരിക അടുത്തത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ലെറ്റേഴ്സ് when sequentially placed from left to right will complete the given series? നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിട്ടുപോയ ഭാഗത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സീരീസ് എങ്ങനെയാണ് റിപ്പീറ്റ് ആവുന്നത്? എങ്ങനെയാണ്? GHIJK അല്ലേ? ഇതൊരു പാർട്ടാണ്. വീണ്ടും എന്താണ്? ഈ സെയിം GHIJK ഇതാണ് റിപ്പീറ്റായിട്ട് വരുന്നത്. അപ്പോൾ അടുത്തതിൽ എങ്ങനെയാണ് വരിക? HIJK. പിന്നെ വീണ്ടും വരുന്ന സമയത്ത് GHIJK അല്ലേ? പിന്നെ വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ G വരും, GHIJK, പിന്നെ GHIJK. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ HHGK അല്ലേ? HHGK. ഇവിടെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മുഴുവനും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇവിടെ ഓപ്ഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ? അതായത് 2 പൊസിഷൻ കിട്ടിയാൽ തന്നെ അവിടെ എന്താണ് ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. വെറുതെ വീണ്ടും നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A is the father of B. B is the brother of C. C is the husband of D. D is the sister of E. E is the mother of F. F is the wife of G. How many males are there in a family? അതായത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. പക്ഷെ അത് നമ്മൾ ഫിഗറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൗ മെനി മെയിൽസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. മെയിൽസിന് നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ എടുക്കുക? മെയിൽസിനെല്ലാം പ്ലസ് സിമ്പിളും ഫീമെയിൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് സിമ്പിൾ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ
എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്നാണ് പറഞ്ഞത്. എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ എന്താണ്? മെയിലാണ് അല്ലേ? ഫാദർ ഓഫ് ബി. ബി ഈസ് ദ ബ്രദർ ഓഫ് സി എന്ന് വെച്ചാൽ ബിയും എന്താണ്? മെയിലാണ്. സി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഡി. സി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഡി. സിയും എന്താണ്? മെയിലാണ്. പക്ഷേ ഡി എന്തായിരിക്കും? വൈഫല്ലേ വരുന്നത്. അപ്പോൾ ഡി മൈനസ്. ഇനി ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ അല്ലേ? ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ. ഇനി ഇ ഈസ് ദ മദർ ഓഫ് എഫ്. ഇ ഈസ് ദ മദർ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്താണ്? ഫീമെയിലാണ് അല്ലേ? എഫ് ഈസ് ദ വൈഫ് ഓഫ് ജി. എഫ് ഈസ് ദ വൈഫ് ഓഫ് എഫ് ഈസ് ദ വൈഫ് ഓഫ് ജി അല്ലേ? ജി. അതായത് ജി ആരായിരിക്കും? മെയിലായിരിക്കും അല്ലേ? ഹസ്ബൻഡാണ് വരെ ജി. ഇനി ഹൗ മെനി മെയിൽസ് ആർ ഇൻ ദെയർ ഫാമിലി എന്ന് പറഞ്ഞാൽ എത്ര പ്ലസ് ഉണ്ടെന്ന് നോക്കിയാൽ പോരാ. അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 2 3 4 4 അല്ലേ? 4 നമ്പർ ഓഫ് മെയിൽസ് ആണ് ആ ഫാമിലിയിൽ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Five colleagues, Zoe, Aaron, Ben, Chloe and Daniel are sitting on a circular table facing the center. Zoe is sitting to the immediate left of Aaron. Chloe is sitting next to Zoe. Daniel is sitting immediate right of Aaron. Who is sitting to the immediate left of Zoe? അപ്പോൾ ഇവിടെ 5 പേരുണ്ട്, 5 കൊളീഗ്സ് ഉണ്ട് അല്ലേ? 5 കൊളീഗ്സ് ഒരു സർക്കുലർ ടേബിളിന് ചുറ്റിലുമായിട്ട് ഇരിക്കുകയാണ്. ഫേസിങ് ദ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. 1 2 3 4 5 പേരായി അല്ലേ? സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് Zoe is sitting immediate left of Aaron. Zoe is sitting immediate left of Aaron. ഇപ്പോൾ ആരോൺ എവിടെയാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ Zoe എവിടെ ആയിരിക്കും? ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ആരോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ അല്ലേ? ഇവിടെ ആയിരിക്കും. ഇനി അടുത്തത് ക്ലോ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു Zoe. Zoeയുടെ അടുത്ത് തന്നെയാണ് ക്ലോ ഇരിക്കുന്നത്. Zoeയുടെ ഒരു സൈഡിൽ ആരുണ്ട്? ആരോൺ ഉണ്ട്. അപ്പം അടുത്ത സൈഡിൽ ഈ സൈഡിലാണ് ആര് വരിക? ക്ലോ വരിക. ഇനി ഡാനിയൽ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആരോൺ. ആരോണിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ആരിയ്ക്കുന്നത്? ഡാനിയൽ ഇരിക്കുന്നത്. പിന്നെ ആരേ ബാക്കിയുള്ളൂ? ബെന്നാണ് ബാക്കിയുള്ളൂ. ബെന്നിൻ്റെ സ്ഥാനം അവിടെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എന്താണ്? Zoeയുടെ ലെഫ്റ്റിൽ ആരാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചത് ക്ലോ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഇത് മുഴുവനായിട്ട് ഇവിടം വരെ ചെയ്താൽ മതി. എവിടെ? ഇതാ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ഈ പാർട്ട് വരെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. വെറുതെ നമ്മൾ ഡാനിയൽ ഈസ് സിറ്റിംഗ് ആ ഒരു ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വരെ ചെയ്താൽ തന്നെ Zoeൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലോ ആണെന്ന് അപ്പോൾ തന്നെ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 8 persons from Reena, Kavita, Raman, Umesh, Rohit, Vikas, Monica and Priya sit around a square table such that 2 persons sit in each of the sides. All the persons are sitting facing the center of the table. Reena sits on the immediate right of Rohit and they both sit on the same side. Monica faces the one who is second to the left of Kavita. Monica is sitting fourth to the right of Reena. 2 persons sit between Vikas and Umesh when counted from one side only, and Umesh is adjacent to Rohit. Only 1 person sits between Monica and Raman when counted from one side only. Who is sitting second to the left of Raman? അപ്പോൾ ഇത് വലിയൊരു നീണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ഇത് നമുക്ക് ഫിഗറിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം തന്നെ 8 പേഴ്സൺസ്, അതായത് 8 പേരുണ്ട്, ഒരു സ്ക്വയർ ടേബിളിന് ചുറ്റിലുമായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്? സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു സ്ക്വയർ ടേബിളിൻ്റെ ചുറ്റിലും സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്താണ്? ഓരോ സൈഡിലും സ്ക്വയറിൻ്റെ ഓരോ സൈഡിലും, സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ് ഉണ്ടാവും, അതിൻ്റെ ഓരോ സൈഡിലും
2 പേര് വീതം ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചെടുക്കാം, ഫേസിങ് ദ സെൻറ്റർ. റീന സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് രോഹിത്. റീന രോഹിത്തിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ വേണമെങ്കിൽ ഇവിടെ എടുക്കാം, എവിടെ വേണമെങ്കിലും സാധനം എടുക്കാം. ഞാൻ എടുക്കുന്നത് ഇവിടെയാണ്. രോഹിത്തിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് റീന ഇരിക്കുന്നത്. ആൻഡ് ദേ ബോത്ത് സിറ്റ് ഓൺ ദി സെയിം സൈഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ തന്നെ ഒരേ സൈഡിൽ തന്നെ എടുത്തിരിക്കുന്നത്. രോഹിത്തും റീനയും ഒരേ സൈഡിലാണ് ഇരിക്കുന്നത്. രോഹിത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് റീന ഇരിക്കുന്നത്. ഇനി മോണിക്ക ഫേസസ് ദി വൺ ഹു ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കവിത. മോണിക്ക ഫേസസ്, അതായത് കവിതയുടെ രണ്ടാമത്തെ ലെഫ്റ്റിലുള്ള ആളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആരിയ്ക്കുന്നത്? മോണിക്ക ഇരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാർട്ട്. മോണിക്ക ഈസ് സിറ്റിംഗ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് റീന. റീനയുടെ 4ാമത്തെ പൊസിഷൻ, റൈറ്റിൽ നിന്ന് 4ാമത്തെ പൊസിഷനാണ് ആരിയ്ക്കുന്നത് പറയുന്നത്? മോണിക്ക. അപ്പോൾ 1 2 3 4 ഇവിടെയാണ് ആര് വരിക? മോണിക്ക വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കവിതയുടെ സ്ഥാനം കൂടി കിട്ടൂലേ? അതായത് കവിത എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? മോണിക്ക ഫേസസ് ദ വൺ ഹു ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കവിത. അപ്പോൾ കവിതയുടെ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ആൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് രോഹിത്താണ് കവിതയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന ആൾ. ഇനി എന്താണ്? 2 persons സിറ്റ് ബിറ്റ്വീൻ വികാസ് ആൻഡ് ഉമേഷ്. വികാസിൻ്റെ ഉമേഷിൻ്റെ ഇടയിൽ 2 പേര് ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 സ്ഥാനം കൺസിഡർ ചെയ്യാം അല്ലേ? ഇവിടെയും കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയും വികാസിൻ്റെയും ഉമേഷിൻ്റെ പൊസിഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ആൻഡ് ഉമേഷ് ഈസ് അഡ്ജസൻറ്റ് ടു രോഹിത്ത്. രോഹിത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഉമേഷ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വികാസ് എവിടെയാണ് വരിക? വികാസിൻ്റെയും ഉമേഷിൻ്റെയും ഇടയിൽ 2 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക? വികാസ് വരിക, ഇവിടെ ഉമേഷ് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാർട്ട്. ഓൺലി 1 person സിറ്റ്സ് ബിറ്റ്വീൻ മോണിക്ക ആൻഡ് രമൻ. മോണിക്കയ്ക്കും രമനും ഇടയിൽ ഒരാളാണ് ഇരിക്കുന്നത്. അപ്പം രമൻ ആകെ ഈ ഒരു പൊസിഷനും ഈ ഒരു പൊസിഷനേ ബാക്കിയുള്ളൂ. അപ്പം മോണിക്കയ്ക്കും രമനും ഇടയിൽ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ രമൻ്റെ പൊസിഷൻ ഇവിടെ വരുള്ളൂ. പിന്നെ ആരേ ബാക്കിയുള്ളൂ? പ്രിയാണ് ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് രമൻ. രമൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആരാണ് ഇരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രമൻ്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആരായിരിക്കുന്നത്? റീന. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 40A 10B 8C 15 is equal to 65 and 15A 30B 9C 20 is equal to 70, then 7A 9B 3C 8 is equal to എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഈ ABC എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ ഡിവിഷൻ ആണോ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബോർഡ് മാസ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ എക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം നമുക്ക്. ഡിവിഷനും ബിക്ക് ഇൻറ്റു സിക്ക് പ്ലസും കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ എത്രയാണ് വരിക? 40 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 8 പ്ലസ് 15 അല്ലേ? അപ്പം 32 പ്ലസ് 15 എന്നാണ് കിട്ടുക. അത് എന്തല്ല, നോട്ട് ഈക്വൽ ടു 65. കാരണം ഇത് എത്രയാണ് കിട്ടുക? 47 ആണ് കിട്ടുക അല്ലേ? ഇനി നമുക്ക് നേരെ തിരിച്ച് എക്ക് ഇൻറ്റു ബിക്ക് ഡിവിഷനും വെച്ച് കൊടുത്തു നോക്കാം. എ ഈക്വൽ ടു ഇൻറ്റു ബി ഈക്വൽ ടു ഡിവിഷൻ ഡിവൈഡഡ് ബൈ അങ്ങനെ കൊടുത്തു നോക്കിയാൽ എന്താ കിട്ടുക നോക്കാം. 40 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 15. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 50 പ്ലസ് 15 അല്ലേ? 5 ഇൻറ്റു 10 50 50 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65. അപ്പം ഇതാണ് കറക്റ്റ് അവിടെ വരുന്ന
മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതായത് എ ഇസ് ഈക്വൽ ടു ഇൻറ്റു, ബി ഇസ് ഈക്വൽ ടു ഡിവിഷൻ, സി ഇസ് ഈക്വൽ ടു പ്ലസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തു നോക്കാം അല്ലേ. ക്വസ്റ്റ്യനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പം 7 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 8 എത്രയാണ് വരിക? 21. 3 ഇൻറ്റു 7 21 പ്ലസ് 8 29. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്. സെലക്ട് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഗിവൺ വൺസ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. അതായത് ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ ഒരു ടേം മിസ്സിംഗ് ആണ്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആൾട്ടർനേറ്റീവ്. ഈ ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 14 അല്ലേ. എമ്മിൻ്റെത് 13, എല്ലിൻ്റെത് 12. അതായത് നമ്മൾ ABC അങ്ങനെ വരുന്ന സമയത്ത് 12ാമത്തെ പൊസിഷനിലാണ് എന്ത് വരുന്നത്? എല്ല് വരുന്നത്. എം വരുന്നത് 13ാമത്തെ പൊസിഷനിലാണ്, എൻ വരുന്നത് 14. അപ്പോൾ ഓരോരോ ഇത് കുറഞ്ഞ് കെ എന്ന് പറയുന്നത് 11ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും വരിക? ഇവിടെ ഓരോ പൊസിഷൻ കുറഞ്ഞ് വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ 10ാമത്തെ പൊസിഷനിൽ ആരാണ് വരുന്നത്? ജെ ആണ് വരിക അല്ലേ. ജെ ആണ് 10ാമത്തെ പൊസിഷനിൽ വരുന്നത്. ഇനി അടുത്തത് ജെ വെച്ചിട്ട് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി നോക്കാം. R Q P O അതും എങ്ങനെ തന്നെയാണ്? ഓരോ പൊസിഷൻ കുറഞ്ഞ് വരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് വരുന്നത്? N കഴിഞ്ഞാലല്ലേ NO P Q R അല്ലേ. അപ്പോൾ JN. അപ്പോൾ JN എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. അപ്പോൾ അത് 3 എണ്ണം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആൻസർ അവിടെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് TDG ഈസ് കോഡഡ് ആസ് 1680. BHI ഈസ് കോഡഡ് ആസ് 432. വാട്ട് ഈസ് ദ കോഡ് ഫോർ KCE ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് TDG എന്ന് പറയുന്നത് എത്രയാണ്? 1680 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടിയുടെ പൊസിഷൻ വരുന്നത് എത്രാമത്തെയാ? 20. ഡിയുടെ എത്രയാണ്? 4ാമത്തെ പൊസിഷനിലാണ് വരുന്നത് അല്ലേ. ജി എന്ന് പറയുന്നതോ 7. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് 3നെയും എന്ത് ചെയ്യാം? ഇത്രയും വലിയൊരു സംഖ്യ വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും പ്ലസ് അല്ല. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വരുന്നത്? 20 ഇൻറ്റു 4 ഇൻറ്റു 7 അല്ലേ. 28 ഇൻറ്റു 20 എത്രയാണ് വരുന്നത്? 28 ഇൻറ്റു 20 560 എന്ന് കിട്ടും. ഈ 560യും അല്ല അല്ലേ, 1680 ആണ്. അപ്പോൾ 560നെ എത്ര ചെയ്താലാണ്, എന്ത് ചെയ്താലാണ് നമുക്ക് 1680 കിട്ടുക? ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1680 എന്നും കിട്ടും. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഓരോ ലെറ്റേഴ്സിൻ്റെയും പൊസിഷൻ്റെ നമ്പറിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ വീണ്ടും 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് അതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞു അല്ലേ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഒന്നും കൂടി ഇതും കൂടി വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്കിതിൽ ചെയ്യുന്ന സമയത്ത് ആൻസർ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. KCE അല്ലേ. കെ എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിൽ വരുന്ന? 11. സി എന്ന് പറയുന്നതോ 3. ഇ എന്ന് പറയുന്നതോ 5. അതായത് 11 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു വീണ്ടും എന്താണ്? 3 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക 3 3 9, 9 11 99, 99 ഇൻറ്റു 5 എത്രയാണ് വരിക? 495 അല്ലേ. 495 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ.